ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. പലപ്പോഴും ഒരുപാട് പേരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കഴുത്തിൻ്റെ പുറകു ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിലായിട്ടും കൂടുതലായിട്ടും കറുപ്പ് നിറം ഇങ്ങനെ വന്ന് അടിയുന്നത് പോലെ തോന്നുമ്പോൾ ഒരുപാട് പേർക്കും അതൊരു സൗന്ദര്യ പ്രശ്നമായിട്ടും അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ പലപ്പോഴും അവരെല്ലാം എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ, അതായത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ ചികിത്സ സ്വയമേ പലരും ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഓയിൻമെൻറ്റുകളോ മറ്റോ വാങ്ങി ഉപയോഗിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ സ്വയം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ് പലരും പോകുന്നത്. ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന എന്തെങ്കിലും നാച്ചുറൽ ടിപ്സൊക്കെ വെച്ച് ആ ഭാഗമൊക്കെ ഒന്ന് വരച്ച് കഴുകാനൊക്കെ നോക്കും. പക്ഷേ അതിനുശേഷം ഇത് കൂടുന്നതായിട്ട് പലരിലും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന കഴുത്തിൻ്റെ പുറകിലായിട്ടും കഴുത്തിൻ്റെ വശങ്ങളിലായിട്ടും നമുക്ക് ഇതുപോലുള്ള കറുപ്പ് നിറം വരുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് സമീപിക്കാനുള്ളത്. അതായത് ഒന്ന്, നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു സൗന്ദര്യ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമായിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കറുപ്പ് നിറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് പൊതുവെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് കറുപ്പ് നിറം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്കിൻ ഫോൾഡുകൾ തടിച്ച് വരുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അമിതവണ്ണം ഉള്ളവരായിരിക്കുക. അപ്പോൾ അമിതവണ്ണം ഉണ്ടാകുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിലുകൾക്ക് കുറച്ചുകൂടി വണ്ണം വന്നതിന് ശേഷം തമ്മിൽ ഉരഞ്ഞ് ഫ്രിക്ഷൻ കാരണം ഒരു പക്ഷേ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാം. അതായത് കറുത്ത നിറത്തിൽ സ്കിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോൺ വ്യതിയാനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന PCOS എന്ന് പറയുന്ന രോഗം ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ കഴുത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കക്ഷത്തിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള കറുത്ത നിറം കൂടുതലായിട്ട്, അതായത് ഗ്രാജുവലി കൂടിക്കൂടി വരുന്ന ഒരു രീതിയിലേക്ക് കാണാം. ഇവരെ സംബന്ധിച്ച് ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സോ മറ്റ് മുതലായ പ്രശ്നങ്ങൾ, അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാണുന്നവരായിരിക്കും. അപ്പോൾ ഇതിനെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലായിട്ടായിരിക്കും നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇമിറ്റേഷൻ ഗോൾഡ് അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയുള്ള മാലകൾ ഇടുന്നവരെ സംബന്ധിച്ച് ഈ ഇമിറ്റേഷൻ ഗോൾഡിൻ്റെ അലർജി കൊണ്ട് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം. ഇല്ലെങ്കിൽ ഒരുപാട് കനമുള്ള മാലകൾ ഇടുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഉരഞ്ഞതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് സ്കിന്ന് കറുത്ത നിറത്തിലേക്ക് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ കോളറുള്ള അല്ലെങ്കിൽ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ഇടുന്നവരെ സംബന്ധിച്ച് വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ഉരഞ്ഞതിന് ശേഷവും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്കിന്നിനെ സംബന്ധിച്ച് നമുക്കുണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് ആയിട്ടുള്ള മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നവരിലും അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ പതിവായിട്ട് കഴിക്കുന്നവരിലും അല്ലെങ്കിൽ അയൺ സപ്ലിമെൻറ്റുകൾ കൂടുതലായിട്ട് എടുക്കുന്നവരെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള പ്രശ്നം, അതായത് കഴുത്തിൻ്റെ പുറകിൽ ഈ കറുത്ത നിറം കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നോർമലി നമുക്കുണ്ടാകുന്ന കറുത്ത നിറം അല്ലാതെ ഈ പറഞ്ഞ രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്ന കറുത്ത നിറമാണെങ്കിൽ അവിടെ നമ്മൾ ആ രോഗങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. അതായത് PCODയുടെ ചികിത്സ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു പക്ഷേ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുക. അതുപോലെ സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക. ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ നമ്മൾ മാക്സിമം കുറച്ച് ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കുക. ഇമിറ്റേഷൻ ഗോൾഡ് ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ഇടുന്നത് നമ്മൾ ചെയ്യാതിരിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്കിത് പരിഹരിക്കാം. പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 ഹോം റെമഡീസും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് അറിയാനാണെങ്കിൽ ഒരു പേനയും പേപ്പറും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും 2 തരത്തിലുള്ള മെഡിസിൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഹോം റെമഡി എന്ന നിലയിൽ നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന അരിപ്പൊടി നമ്മളൊരു 2 ടീസ്പൂൺ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണ് ചെറുതേനും അതുപോലെ തന്നെ 1/2 ടീസ്പൂണും നാരങ്ങാനീരും 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഉരച്ച് നമ്മൾ
തേക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആദ്യം ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചൂട് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യാനുള്ളത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ഏകദേശം ഒരു അരമണിക്കൂർ സമയം ഇത് നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കുക. അതിനുശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് കഴുകി ഡ്രൈ ആയതിനു ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ഒന്നാമത്തെ മെത്തേഡാണ്. ഈ അരിപ്പൊടി ഇനി നമുക്ക് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് പപ്പായ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ പപ്പായയും ഈ പറഞ്ഞ സെയിം മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും പപ്പായ എടുക്കുമ്പോൾ ഒരുപാട് പഴുത്തതോ അല്ലെങ്കിൽ ഒരുപാട് പച്ചയായിട്ടുള്ളതല്ല, ഒരു ഇളം പരുവത്തിൽ പഴുത്ത് വന്നിട്ടുള്ള പപ്പായ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറുപ്പ് നിറം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാനുള്ളത് നാൽപ്പാമരാതി എണ്ണ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു ബോട്ടിൽ നാൽപ്പാമരാതി എണ്ണ 200 ml വരും. അപ്പോൾ അതിൽ നിന്ന് ഒരടപ്പ് നമ്മൾ വാങ്ങുന്ന കുപ്പിയുടെ അടപ്പിൽ ഒരടപ്പ് എടുക്കുക. അതിലേക്ക് കുങ്കുമാതി ക്രീമാണ് വാങ്ങാനുള്ളത്. അതായത് കുങ്കുമാതി ലേപം എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ഞാൻ തൈലമല്ല, അതായത് എണ്ണയും അല്ല എടുക്കാനുള്ളത്, ഫേസ് ക്രീം പോലെ അപ്ലൈ ചെയ്യുന്നതും അല്ല, നമുക്ക് അതിൻ്റെ ലേപനം ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഒരു കുഴമ്പ് പരുവത്തിൽ വാങ്ങാൻ കിട്ടുന്ന കുങ്കുമാതി ലേപം 80 രൂപ സംതിങ് ആണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ കുങ്കുമാതി ലേപം നമ്മളൊരു ചെറിയ അളവിൽ എടുത്തതിന് ശേഷം ഈ പറയുന്ന നാൽപ്പാമരാതി എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നന്നായിട്ട് ഉരച്ച് റബ്ബ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് നമ്മൾ 1 മണിക്കൂറോളം സമയം നമ്മൾ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ രാത്രി നമ്മൾ തേച്ചിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ 3 രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ആ ഭാഗത്ത് ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഫ്രിക്ഷൻസ് കുറയുന്നതിന് വേണ്ടിയിട്ടുമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ ഇന്ന് തേച്ചാൽ ഇന്ന് തന്നെ മാറും എന്നൊരു രീതിയിൽ അവകാശപ്പെട്ടുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഏകദേശം നമ്മളൊരു 20-30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാസത്തിൽ 1 ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇത് പിന്നീട് വരുന്നതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഇങ്ങനെയുള്ള യാതൊരു ഹെൽത്ത് ഇഷ്യൂസും നിങ്ങൾക്കില്ല എങ്കിലും കഴുത്തിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കറുത്ത പാടുകൾ വരുന്നുണ്ട് എന്നൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഹോം റെമഡീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.